ഇന്ത്യ വലിയ രീതിയിലുള്ള തിരിച്ചടിക്കൊരുങ്ങുമ്പോൾ പാകിസ്ഥാൻ പ്രകോപനപരമായ പരാമർശങ്ങൾ പുറത്തുവിടുകയാണ്. കാരണം യുദ്ധം വന്നാൽ രക്ഷയില്ല, എങ്ങനെയെങ്കിലും ഇന്ത്യയെ പിന്തിരിപ്പിക്കണം, അതിന് പ്രകോപനപരമായ വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ നവാസ് ഷെരീഫിന്റെ മകൾ പറയുന്നത്, മറിയം നവാസ് പറയുന്നത്, ബാബറി മസ്ജിദ് ഞങ്ങൾ പണിയും, അതിന്റെ ആദ്യ ഇഷ്ടിക വെക്കാൻ പോകുന്നത് പാകിസ്ഥാൻ സൈനികരാണ്. അത് പണിഞ്ഞതിന് ശേഷം ആദ്യത്തെ ബാങ്ക് വിളി നടത്തുന്നത് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ സൈനിക മേധാവിയായ അസീം മുനീർ ആയിരിക്കും. എന്തുദ്ദേശിച്ചിട്ടാണ് ഇവർ ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ വീണ്ടും പറയുന്നത്? അല്ല, ഇത്തരം വാർത്തകൾ സ്ഥിരീകരിച്ച വാർത്തകളാണെങ്കിൽ വളരെ അപകടകരമായിട്ടാണ് നമുക്കതിനെ കണക്കാക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ത്യ ഉറച്ച നിലപാടെടുത്തില്ല എങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളോട് ഒരു തരത്തിലും നീതി പുലർത്തിയെന്ന് ഇന്ത്യൻ ഭരണകൂടത്തിന് സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയ്ക്കോ ചർച്ചയ്ക്കോ വേണ്ടി പാകിസ്ഥാനും അതേപോലെ ഇന്ത്യയും ഇരിക്കണം എന്ന യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ ആലോചനയെ പോലും അംഗീകരിക്കാനായിട്ട് ഇന്ത്യ തയ്യാറാവാതിരുന്നു. എന്നുവെച്ചാൽ ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യ തിരിച്ചടിച്ചാൽ പാകിസ്ഥാന് വലിയ നഷ്ടങ്ങളുണ്ടാകും. പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇന്ത്യയോട് ജയിക്കില്ല, ഇതുവരെ ജയിച്ചിട്ടില്ല, ഇനിയും ജയിക്കാൻ പോകുന്നില്ല. അത്രമാത്രം ആയുധബലം ഇന്ത്യക്കുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാനും അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് നവാസ് ഷെരീഫിൻ്റെ മകള് മറിയം നവാസ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ, ഒന്ന് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ വിവരക്കേടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ബാബറി മസ്ജിദ് പൊളിച്ച സംഭവം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. പക്ഷേ അവിടെ പുതിയ ബാബറി മസ്ജിദ് പാകിസ്ഥാൻ നിർമ്മിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യക്കാരെ സമ്മതിച്ചു കൊടുക്കും എന്നാരും കരുതേണ്ട കാര്യമില്ല. അവിടെ ഇഷ്ടി വെക്കാൻ അവർ വരും എന്ന് പറഞ്ഞാൽ അത് വലിയ തമാശയായിട്ട് മാത്രമേ ആളുകൾ എടുക്കുകയുള്ളൂ. മോശം ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാം. നമ്മളെന്തായാലും ഈ ചർച്ചയിൽ അത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ട് ഈ മറിയം നവാസിൻ്റെ പ്രസ്താവന ഒറ്റപ്പെട്ടായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടോ? ഇല്ല. കാരണം കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായും അതേപോലെ തന്നെ ശത്രുതാപരമായും ഒരു പ്രഖ്യാപനം നമ്മൾ കേട്ടത് ബിലാവൽ ഭൂട്ടോൻ്റെതായിരുന്നു. ബിലാവൽ ഭൂട്ടോ സർദാരി എന്ന് പറയുന്ന പഴയ അവരുടെ വിദേശകാര്യ മന്ത്രി, അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സിന്ധു നദി എന്ന് പറയുന്നത് ഞങ്ങളുടെ നദിയാണ്, അതിലൂടെ വെള്ളം ഒഴുകും, വെള്ളം ഒഴുകിയില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമായിരിക്കും അതിൽ ഒഴുകുക എന്നായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. വലിയൊരു പൊതുവേദിയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസംഗമായിരുന്നു. എന്നുവെച്ചാൽ ആളുകളെ പ്രകോപിപ്പിക്കാനും വികാരപരമായിട്ട് ഇന്ത്യക്ക് നേരെ തിരിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ്. ഇദ്ദേഹം ബനസീർ ഭൂട്ടോ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ വലിയ ഒരു നേതാവിൻ്റെ മകനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഇപ്പോൾ നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മറ്റൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ മകളാണ് മറിയം നവാസ്. അവരും ഇത്തരത്തിലുള്ള പ്രസ്താവന എന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളൊക്കെ പ്രകോപനപരമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നത് പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ അനുയായികളുടെ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ യുദ്ധം കത്തി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ പോകും എന്ന് കരുതപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഒരിക്കലും വരാൻ പാടില്ല. ഒരിക്കലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്ന് വരാൻ പാടില്ല. വഴി നടക്കുന്ന ആളുകളും ചായക്കടയിലിരിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും വിളിച്ചു പറയാമെന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഈ നേതാക്കന്മാരുടെ മക്കൾ അങ്ങനെ പ്രസ്താവന നടത്തുന്നത് കൂടുതൽ പ്രകോപനപരമാണ്. അവർക്ക് ചിലപ്പോൾ അനുയായികൾ അവരുടെ ഒപ്പം നിന്നേക്കാം. യുദ്ധത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മുടെ രാജ്യം യുദ്ധത്തിൽ പോകുമ്പോൾ നമ്മൾ സർവ്വവും മറന്ന് എന്ത് ചെയ്യും? ആ രാജ്യത്തിനൊപ്പം നിൽക്കും. അവരുടെ രാജ്യം യുദ്ധത്തിന് തയ്യാറായിട്ട് വരുന്നു, അപ്പോൾ അവരും എല്ലാം മറന്നു നിൽക്കുന്നു. പക്ഷേ എന്തിനെങ്കിലും പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. ഇതൊക്കെ വളരെ പെറ്റി പൊളിറ്റിക്സ് മാത്രമാണ്. അതിനപ്പുറത്ത് അതിലെന്തെങ്കിലും അർത്ഥം നമ്മൾ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല, ഇന്ത്യ കരുതി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അതിശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി. എന്ന് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒത്തുതീർപ്പിനും ഇന്ത്യ തയ്യാറല്ല. അടിച്ചേ പറ്റൂ, അടിച്ച് തകർത്തേ പറ്റൂ. അത് എവിടെ കയറി അടിക്കണം, ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം
സയ്യിദ് എന്ന് പറയുന്നതായിട്ടുള്ള ഭീകരവാദി താമസിച്ചുകൊണ്ടിരിക്കുന്ന ലാഹോറിൽ കയറി ആക്രമണം നടത്തി അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. എന്നെ എങ്ങനെയാണ് അമേരിക്ക ഇല്ലാതാക്കിയത്, അതേപോലെ ഇയാളെ ഇന്ത്യയെ ഇല്ലാതാക്കും എന്നാണ് ഇപ്പോൾ കരുതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇത്തരം പ്രസ്താവനകൾ കൊച്ചുകുട്ടികളുടെ കളിപ്പ് മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ഇവർ പറയുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനെ പിടിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത്. അള്ളാഹു നമ്മുടെ പാക് സൈനികരെ രക്ഷിക്കും, അള്ളാഹു നമ്മുടെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ പൊതുവെ മുസ്ലിം സമുദായത്തിന് വല്ലാത്തൊരു വികാരമാണ്, അവരുടെ ദൈവമാണ്. അപ്പോൾ അത് വല്ലാത്തൊരു വികാരം, അതിലെ പിടിച്ചുകൊണ്ടാണ് ഇവർ സംസാരിക്കുക. മറ്റൊന്ന്, ഇന്ത്യയിലെ സിഖുകാരെ നമുക്കെതിരെ യുദ്ധം ചെയ്യില്ല, കാരണം ഗുരുനാനാക്കിന്റെ നാടാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഈ സിഖുകാർ ഒരിക്കലും നമുക്കെതിരെ തിരിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളെ ഇന്ത്യക്കെതിരെ തിരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ല, മതവികാരങ്ങളെ ഉണർത്തുക, എന്നിട്ട് ആ മതങ്ങളെ എവിടെയെങ്കിലുമൊക്കെ പൊസിഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജി മാത്രമാണ് ശരിക്കും. സിഖുകാരെന്തായാലും ഇന്ത്യയിൽ ജീവിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് വേണ്ടി പോരാടുക എന്നുള്ളത് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമാണ്. മാത്രമല്ല, ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സിഖുകാരുടെ ധീരത, ഇന്ത്യക്ക് വേണ്ടി അവർ നടത്തിയായിട്ടുള്ള പോരാട്ടങ്ങളെന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. അവരെക്കാലത്തും ധീരമായിട്ട് ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ അവർക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സിഖ് സമൂഹത്തിനിടയ്ക്ക് വന്ന സ്പ്ലിറ്റിൻ്റെ ഫലമായിട്ട് ഖാലിസ്ഥാൻവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്തെന്ന് നമുക്കറിയാവുന്നതാണ്. ഖാലിസ്ഥാൻവാദികൾ ആണ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ഭീകരനെ സൃഷ്ടിച്ചത്. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വതന്ത്രമായൊരു രാജ്യമാണ്, അത് സിഖ് രാഷ്ട്രമാണ്, അതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അവർ ആരംഭിച്ചത്. അത് വലിയ ഭീകരവാദമായി മാറിത്തീരുകയും അവരുടെ ഏറ്റവും ശക്തനായിട്ടുള്ള ഭീകരവാദിയായിട്ടുള്ള നേതാവായിട്ട് ഭിന്ദ്രൻവാലയെ മാറുകയും അത് അവസാനം തകർക്കാൻ സുവർണക്ഷേത്രം എന്ന് പറയുന്ന അവരുടെ കേന്ദ്രമായിട്ട് മാറുകയും അത് തകർക്കാനായിട്ട് ഇന്ദിരാഗാന്ധി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള പട്ടാള ഓപ്പറേഷൻസ് നടത്തിയാണ് അത് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം. അതിൻ്റെ റിപ്പർക്കഷനാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയെ തന്നെ സിഖുകാർ വെടിവെച്ചു വന്ന ഒരവസ്ഥ ഉണ്ടായത്. അത് നമുക്ക് നമ്മുടെ ചരിത്രത്തിൻ്റെ പാർട്ടായിട്ട് കിടക്കുന്നതായിരുന്നു. ഇപ്പോൾ ഇതേപോലെ തന്നെ ഈ സിഖ് ഭീകരവാദികൾ ചെന്ന് ചേക്കേറിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാനഡയിൽ. അപ്പോൾ കാനഡയിലും ഇതേപോലെയുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയുള്ള ഈ ഖാലിസ്ഥാൻവാദികളായിട്ടുള്ള ആളുകൾ ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ, ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കാം മറിയം നവാസ് ഇപ്പോൾ ഈ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എപ്പോഴും അള്ളാഹുണ്ട്. ഈ അള്ളാഹു എന്ന് പറയുന്ന മതപ്രതീകം നമ്മളാണെന്ന് വെച്ചാൽ നമ്മൾ പറയും ദൈവം രക്ഷിക്കട്ടെ എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അവർ പറയുന്നു. പക്ഷെ അവർക്ക് കുറച്ചും കൂടി അത് വൈകാരികമായിട്ട് അവർ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള മതബോധം പുലർത്തുന്നവരാണെന്നതിൻ്റെ പേരിൽ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് അവർക്ക് പലതും നേടിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ള വിശ്വാസമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അവരത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു രക്ഷിക്കണമെങ്കിൽ നമുക്ക് അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് ഇന്ത്യയിലെ ഈ 27 പേരെ നിങ്ങൾ തോക്കിനിരയാക്കിയത് എന്നുള്ള ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണം ഇന്ത്യക്ക്. അതുകൊണ്ടാണ് ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ദൃഢമായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഈ മുന്നോട്ട് പോകുന്ന വേളയിൽ ഇവർ നടത്തുന്ന, പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ നടത്തുന്ന ആളുകളെ പ്രകോപിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രസ്താവനകളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാന് കൂടുതൽ വിനയായിട്ട് മാറുകയുള്ളൂ. അതുപോലെ നമ്മൾ ഒരാൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പാടില്ല എന്നൊരു ഉപദേശമാണ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. കാരണം നമുക്ക് നമ്മളുടെ സ്റ്റാൻഡ് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.